നമ്മളങ്ങനെ ഇന്ന് തേര് കാണാൻ പോകണം ഗൈസ്. ബാക്കിൽ വെള്ളയിട്ട് വെച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് നിന്ന് എടുക്കുന്നു ഗൈസ്. കൂടെ കയറാനാണ്. എന്നിട്ട് അവസാനം എല്ലാരും അവളെ നോക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ എല്ലാരും അവളെ ശ്രദ്ധിക്കില്ലേ. അപ്പൊ ഞങ്ങൾ അങ്ങനെ തേരിന് പോകണം. പോകുന്ന വഴി കാണാം. അപ്പൊ ഞങ്ങൾ റോഡ് നിയമം ഒന്നും പാലിക്കാതെ യേശു തേരാപ്പാര നടക്കുന്നുണ്ട്. ഞങ്ങൾ റോഡ് നിയമം പാലിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. യേശു തക്കൂടെ കറുത്തു ഗൈസ്. അതുകൊണ്ട് നമ്മൾ കാണുന്നില്ല ഗൈസ്. അത് നമ്മുടെ ഇവിടെ വെളിച്ചില്ല. എന്താണ് സ്ട്രീറ്റ് ലൈറ്റ് ആഷിപ്പറ. ഞാൻ വെളുത്തതുകൊണ്ട് എന്നെ കാണുന്നുണ്ട് ഗൈസ്. ചെറുതിനും കാണുന്നു, വലിയൊന്നും കാണില്ല. ഞങ്ങളൊന്നും കളറില്ലാത്തതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്തുകയാണ് ഗൈസ്. അത് ഞങ്ങൾ തേരിൻ്റെ പറമ്പിലേക്ക് എത്തിക്കഴിഞ്ഞു. പൂരപ്പറമ്പ് പോലെ ഇവിടെ തേരൊക്കെ ചെയ്യുന്നു. തേരിന് സർക്കസ് കാര്യങ്ങളൊക്കെ ലൈറ്റിംഗ് സെറ്റിങ്സ് ഒക്കെ ഉള്ള അവിടേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. പള്ളിയിലോട്ട് ചർച്ചിലോട്ട് എത്തിയിട്ടില്ല. ചർച്ചിലേക്ക് കുറച്ചുകൂടി കൂടെ നമുക്ക് പോകുന്നുണ്ട്. എല്ലാവരും കൂടെ അടുത്തുള്ള കൂടി കഴിഞ്ഞു. യേശു ആദ്യമായിട്ടാണ് ഞങ്ങളുടെ തേരിന് വരുന്നത്. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എങ്ങനെയാണ് എന്താണോ ഒന്നും അറിയില്ല. അപ്പോൾ അവൾക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവിടെയുള്ള ഞങ്ങളുടെ ആ കുട്ടികൾ ആർഷിയുടെ സ്റ്റുഡൻസാണ്. സോ അവരുടെ അടുത്ത് ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സ് അല്ലേ ചോദിച്ചപ്പോൾ അവരല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ നാണം കെടുത്തി. അതൊന്നും ഞങ്ങൾ മൈൻഡാക്കാതെ വകവയ്ക്കാതെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ പണി നോക്കി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ വെള്ളത്തിൻ്റെ ലൈറ്റും വെള്ളവും കൂടിയിട്ടുള്ള സെറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ കുറച്ച് കളിച്ചു. പക്ഷേ സോപ്പ് വെള്ളമായിരുന്നു. ഞങ്ങൾ കുറച്ച് കളിച്ചിട്ട് പിന്നെ സർക്കസിൻ്റെ ഭാഗത്തേക്ക് എത്തി. അപ്പോൾ ഈ സാധനം കുതിരയാണോ കഴുതിയാണോ എന്നറിയാതെ കുറച്ച് ചർച്ചയിലായിരുന്നു ഞങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒട്ടകം ഉണ്ടായിരുന്നു. ഒട്ടകത്തിനെയൊക്കെ കണ്ടു. സർക്കസിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല. ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ വീണ്ടും വേഗം ചർച്ചിലോട്ട് നടന്നു. യേശു ഫ്രണ്ടിൽ പോണത് കണ്ടു ഗൈസ്. സാധനങ്ങൾ എല്ലാ A to Z സാധനങ്ങളും നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഒരു അര കിലോമീറ്റർ ദൂരത്തേക്ക് ഫുള്ള് 2 സൈഡും ഷോപ്പുകളായിരിക്കും. ഹൽവ, പൊരി, പിന്നെ പാനിപൂരി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടാവും. ഞങ്ങൾ അതൊക്കെ കഴിച്ച വീഡിയോസൊക്കെ വരുന്നുണ്ട്. പിന്നെ കാളൻ കട, പിന്നെ കുറേ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാനൊക്കെ ഞങ്ങൾ നിന്നു. പക്ഷേ കൂടുതൽ ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്കത് വീഡിയോ കൂടുതൽ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. ഞങ്ങളിനി പോകുന്നത് പള്ളിയിലോട്ടാണ്. അത്യാവശ്യം വലിയ പള്ളിയാണ്. കൂടുതൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നല്ലോണം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ തന്നെ. അപ്പോൾ നല്ല അവിടെ നിൽക്കാൻ പോലും ഞങ്ങൾക്ക് സ്ഥലം ഉണ്ടായില്ല. എന്നിട്ട് ഞങ്ങളൊരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ അവിടേക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഞങ്ങൾ മാറി നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ ഫോട്ടോ എടുക്കൽ അപാരതയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ചർച്ചിൻ്റെ ഉള്ളിലേക്ക് കയറി. ഉള്ളിലും നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ആയിരുന്നു. ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു നോർമലായിട്ടുള്ള സമയത്ത്. അപ്പോൾ തേരായതുകൊണ്ട് നല്ലോണം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ എത്തിയമ്പതി എനിക്ക് അടുത്താണെങ്കിൽ ഞാൻ കൂടുതലൊന്നും ചർച്ചിലോട്ട് പോകാറില്ല. അപ്പോൾ തേരായതുകൊണ്ട് ഫ്രണ്ട്സ് എല്ലാവരും ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ പോയത്, ഉള്ളിലേക്ക് കയറിയത്. അപ്പോൾ എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമായി ഗൈസ്. പേഴ്സണലി നല്ല ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ടൈമായിരുന്നു അവിടെ കിട്ടിയത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെടിക്കെട്ടൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് വിശപ്പായി. അപ്പോൾ വിശപ്പിന് ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് സാധനങ്ങൾ വാങ്ങി കഴിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ പൈനാപ്പിളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് കാളാനും പിന്നെ കോളിഫ്ലവർ ചില്ലിയും പിന്നെ പൊട്ടറ്റോ റോളും അത് എല്ലാം കൂടി ഞങ്ങൾ അങ്ങോട്ട് ടേസ്റ്റ് ചെയ്തു. വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാതൊപ്പം കൂടെ കഴിക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കൂടി കഴിച്ചു ഗൈസ്. അങ്ങനെ ഞങ്ങൾ വേഗം കഴിച്ചിട്ട് വേറെ കടയ്ക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. ഇത് ഞാൻ വേസ്റ്റ് ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മുഴുവനെ കഴിച്ചതാണ് ഗൈസ്. ഒരു റോളിൻ്റെ വില 50 രൂപയായിരുന്നു. അതുകൊണ്ട് വേസ്റ്റ് ആക്കരുത് വിചാരിച്ച് വേഗം കഴിച്ചതായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും നടക്കുന്നതിൻ്റെ ഇടയിൽ ഈ പൂത്തിരി കത്തിക്കൽ പൂത്തിരി എന്തോ സംഭവം എന്താണ് പൂക്കുറ്റിയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ അതൊക്കെ നോക്കിയിട്ട് വീണ്ടും ഞങ്ങൾ പോയി. കടല ഉണ്ടായിരുന്നു, നിലക്കടല വേവിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതും കൂടെ കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതാ കുറേ നല്ല ഭംഗിയുള്ള ഏട്ടന്മാർ കൊട്ടും കൊണ്ടുവരുന്നു. മിസ്സാക്കാതെ വീഡിയോ എടുക്കാനായിട്ട് യേശുവിനെ ഏൽപ്പിച്ചു. അവൾ കറക്റ്റായിട്ട് വീഡിയോ എടുത്തു തന്നു. അത് കഴിഞ്ഞ് തേര് കൊണ്ടുവരികയാണ് ഗൈസ്. തേര് ഞങ്ങൾ അപ്പോഴേ നേരത്തെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ലേ തേരിൻ്റെ ആ പറമ്പ്, അവിടേക്കാണ് കൊണ്ടുപോകുന്നത്. 3 തേര് കൊണ്ടുപോകും. എന്നിട്ട് അവർ അവിടെ നിന്ന് കൊട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ എന്തോ പൂജ എന്തോ എനിക്കറിയില്ല, അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് റിട്ടേൺ കൊണ്ടുവരും. അതായിരുന്നു സംഭവം. അപ്പോൾ തേരിൽ ബാക്കിൽ ഇങ്ങനെ വണ്ടിയിൽ പാട്ടൊക്കെ പാടിയിട്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു. നല്ല സൗണ്ടായിരുന്നു. യേശുവിൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ച് അവളുടെ കാര്യം കൃത്യമായി ചെയ്തു. എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല, അവൾ തന്നെയായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ അവിടെ കടകൾ കുറേ ഉണ്ടായിരുന്നു. അതിൽ ഒരു കടയിൽ എന്ത് സാധനം എടുത്താലും 20 രൂപ എന്നുള്ളതുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയൊക്കെ കയറണം എന്ന് വിചാരിച്ചു. റിട്ടേൺ വരുമ്പോൾ കയറാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം പോയി.
പിന്നെ അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് പാനിപൂരിയൊക്കെ കൊടുത്ത് എൻ്റെ അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തരികയാണ് പാനിപൂരി എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ളത് അമ്മ കാണിച്ചു തരികയാണ്. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ തേരാപ്പാര നടക്കാൻ വേണ്ടിയിട്ട് പള്ളീൻ്റെ ഉള്ളിലേക്ക് തന്നെ, പള്ളിയല്ല ചർച്ച്, എനിക്ക് പള്ളി തന്നെ വരുന്നു വയസ്സ്. അപ്പോൾ ചർച്ചിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ നല്ല ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഞങ്ങളൊരു കോർണർ കണ്ടെത്തി അവിടെ ഞങ്ങൾ പോയിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ എത്തി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ തിരക്ക് ഇത്തിരി കുറയാൻ തുടങ്ങി. എല്ലാവരും ആ പറമ്പിലോട്ട് പോയി. അപ്പോൾ തിരക്ക് കുറച്ച് കുറയാൻ തുടങ്ങി. അപ്പോൾ രേഷുവും എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേഷുവും ആർഷി തക്കുടും എല്ലാവരും കൂടിയിട്ട് ചർച്ചിനെ വലം വയ്ക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചർച്ചിന് ചുറ്റും പോയിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ സമയം 11 മണിയായി. ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വേഗം വീടെത്തി ഗൈസ്. ക്ഷീണിച്ചു ഗൈസ്. ഞങ്ങൾ നടന്നു എത്ര വട്ടം നടന്നു? 1 2 3 5 ഞാൻ 5 പ്രാവശ്യം, ഞാൻ 6 7 പ്രാവശ്യം. ഇനിയിപ്പോൾ അടുത്ത വർഷം ഇതുപോലെ നടക്കാൻ പറ്റില്ല. അതുകൊണ്ടൊന്നും ഫുള്ളായിട്ട് ക്യാമറ കാണാനില്ല. ഫുള്ളായിട്ട് നടന്നു. സമയത്ര അയ്യോ ഇത് കിടന്നു കേട്ടോ. 11:25 ജസ്റ്റ് 11 മണി. 11 മണിയാ? 11:30. ഞങ്ങൾ എപ്പോൾ ഇറങ്ങിയിട്ടാണ്? 7:15 ഉണ്ടാവും. 7:15 ഇറങ്ങി ഞങ്ങൾ. 11 ഇവര് മാത്രം അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു. ബിരിയാണി ആയിരുന്നു, ആർഷിയുടെ വകയായിരുന്നു ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാത്രി 11:30 ബിരിയാണിയും കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകണം. അതുകൊണ്ട് ഞങ്ങൾ വേഗം കഴിച്ചിട്ട് മടങ്ങുമായിരുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.